ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1587. ഇന്ന് മെയ് മാസം 5-ാം തീയതി 126-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ് ഇന്ന്. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചിരുന്നു. അതും കർത്തൃപ്രാർത്ഥനയെന്നാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും. ഒരു ദിവസം അതിലൂടെ എത്ര തവണ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം, കയറി ഇറങ്ങുന്നുണ്ടാവാം. അവിടുത്തെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നമ്മളും ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? അതോ എഴുതപ്പെട്ട, പാരമ്പര്യമായി പറഞ്ഞു കിട്ടിയ, എങ്ങനെയോ പഠിച്ചു വെച്ച ആ പ്രാർത്ഥന അറിയാതെ ഉരുവിടുന്നത് മാത്രമാണ്? അവിടുത്തെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവത്തിന്റെ ഹിതം അതിന്റെ പൂർണ്ണതയിൽ അനുവർത്തിക്കപ്പെടുന്ന സ്ഥലമാണ് സത്യത്തിൽ സ്വർഗം. ദൈവം സൃഷ്ടിച്ച ഭൂമിയിലും അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഹിതം പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ? എന്നാൽ ഭൂമിയിൽ സകല ചരാചരങ്ങളുടെയും ഉടയവനായി ദൈവം നിയോഗിച്ച മനുഷ്യന് അവിടുന്ന് സ്വാതന്ത്ര്യം നൽകി. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും വിവേകവും നൽകി. എവിടെയാണ് പക്ഷേ എല്ലാം പാളിപ്പോയത്? ആ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും മനുഷ്യൻ ദുർവിനിയോഗം ചെയ്തു. എന്നിട്ട് ദൈവഹിതത്തെ തന്നെ ചോദ്യം ചെയ്തു. പോരാഞ്ഞിട്ട് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ദൈവഹിതത്തെക്കാളും ഉപരിയായി തങ്ങളിലും സഹചരിലും സഹജീവികളിലും എന്തിനീ ഭൂമിയിലും അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ എന്റേത് എന്ന ചിന്തകളാണ് ഓരോരുത്തരെയും സത്യത്തിൽ ഭരിക്കുന്നത്. പിന്നെ എനിക്കെങ്ങനെയാണ് ദൈവഹിതത്തെ മനസ്സിലാക്കുവാനും പതിയെ സ്വീകരിക്കുവാനും അനുസരിക്കുവാനും സാധിക്കുക? ഞാൻ എന്നുള്ള വിചാരവും എന്റേതെന്നുള്ള തോന്നലുമൊക്കെ എപ്പോഴാ നമുക്കൊന്ന് വിട്ടുകളയാൻ പറ്റുക? ഞാൻ വേണ്ടെന്നല്ല, എന്റേത് തീർത്തും കളയുകയും വേണ്ട. എന്നാൽ ഇപ്പോൾ നമ്മൾ പുലർത്തുന്നത്രോ അതിനകത്ത് നമ്മൾ അകപ്പെടേണ്ടതുണ്ടോ? ഞാനിനകത്തും എന്റേതിനകത്തും പതിയെ ഒന്ന് പുറത്തിറങ്ങി മാറി നിന്ന് കാര്യങ്ങളെ കാര്യമായിട്ടൊന്ന് വീക്ഷിക്കാൻ പറ്റുമോ? അവനവനെ തന്നെ ഒന്ന് ഉറ്റുനോക്കിയാൽ നന്നായി എല്ലാം നമുക്ക് മനസ്സിലാവും. ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ശരിക്കും ഭൂമിയിലുമാകണം. എന്റെ ജീവിതത്തിനകത്തും അത് ആകേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ചിലതെല്ലാം വൈകിയ വേളയിലെങ്കിലും ചെയ്തു തുടങ്ങിയ മതിയാവും. ആമേൻ.